ഒന്ന് രണ്ട് ഇഷ്യൂസ് ഈ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ ദിവസവും ഇഷ്യൂസ് ആണല്ലോ. ചെറിയ പ്രശ്നം നിങ്ങൾ തന്നെ അത് ഉയർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഈ തൃശൂർ ജില്ലയിലെ കല്ലുംപുറം സിറാജുൽ ഉലം ഇംഗ്ലീഷ് സ്കൂൾ നടന്ന ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗൌരവമായ ഒരു വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കിയല്ല സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത്. അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യപുരോഗതിയുടെ ഭാഗമാകാനാണ്. എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. ഓണമെന്നോ ക്രിസ്തുമസെന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല. അവർക്കെല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ്. ദയവായി അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ചികിത്സയുടെ ഭാഗമായി രക്തം സ്വീകരിക്കുമ്പോൾ ജാതിയോ മതമോ നോക്കാറില്ല. ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതം എന്താണെന്ന് പരിശോധിക്കാറില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടൽ ഉടമയുടെ ജാതിയും മതവും അന്വേഷിക്കാറില്ല. അതുപോലെ നമ്മുടെ സ്കൂളുകളിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകളും അനുവദിക്കില്ല. ഈ സംഭവം സർക്കാർ ഗൌരവമായി കാണുകയാണ്. അന്വേഷണത്തിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇന്ന് തന്നെ സ്കൂളിൽ നേരിട്ട് സന്ദർശനം നടത്തി അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. നാളെ സ്കൂളിൽ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടാവും. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രീ പ്രൈമറി വിഭാഗത്തിലെ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെന്റ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മതങ്ങളെയും ജാതികളെയും ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന ഇടങ്ങളായി മാറണം. കുട്ടികളുടെ ആവശ്യപ്രകാരം ഓണം, ക്രിസ്മസ്, പെരുന്നാൾ ആഘോഷങ്ങളിൽ വർണ്ണവസ്ത്രങ്ങൾ ധരിക്കുവാൻ അനുവാദം നൽകിയ സർക്കാരാണിത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും വിദ്യാലയങ്ങളിൽ അനുവദിക്കില്ലെന്ന് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഓണാവധി ഒരു കാര്യമില്ലാതെ ഇന്നലെ കുറേ സമയം പ്രശ്നങ്ങളായിരുന്നു. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഓണം പാദ വാർഷിക പരീക്ഷകൾക്ക് ശേഷം ഇന്നു മുതൽ അവധി ആരംഭിക്കുകയാണ്. നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ അക്കാദമിക് കലണ്ടർ പ്രകാരം ഓണ അവധിയിൽ യാതൊരു മാറ്റവുമില്ല. അവധിക്ക് ശേഷം 8-ാം തീയതി സ്കൂൾ തുറക്കും. എന്നാൽ ഓണാവധി വെട്ടിച്ചുരുക്കാൻ സർക്കാർ തലത്തിൽ നിന്നും നീക്കം നടക്കുന്നുവെന്ന തരത്തിൽ ജനൻ TV ഒരു വാർത്ത നൽകുകയുണ്ടായി. ഇത് തികച്ച അടിസ്ഥാനരഹിതവും വാസ്തവവിരുദ്ധവുമാണ്. അത്തരത്തിലൊരു ആലോചനയും സർക്കാർ തലത്തിൽ നടത്തിയിട്ടില്ല. ഈ വാർത്ത വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ വരുത്താനുള്ള ഇത്തരം ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണം. ജനൻ TV നൽകിയ വാർത്ത പിൻവലിച്ച് മാന്യത കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓണാവധിയുടെ കാര്യത്തിൽ നിലവിലെ സർക്കാർ നയത്തിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കുന്നു. കുട്ടികളുടെയും യുവജനതയുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായുള്ള സർക്കാർ കർമ്മപദ്ധതിയെ സംബന്ധിച്ച് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും ലഹരി ഉപയോഗത്തെയും ഫലപ്രദമായി നേരിടുവാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ഒരു ഹ്രസ്വകാല ദീർഘകാല കർമ്മപദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. നമ്മുടെ അധ്യാപകരെ പ്രാഥമിക കൌൺസിലർമാരാക്കി മാറ്റുന്നതിനുള്ള പരിശീലന പരിപാടിയാണ് ഈ പദ്ധതി. നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിനും അവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും അധ്യാപകരെ സജ്ജമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥ നേരിട്ടറിയാൻ ഏറ്റവും കൂടുതൽ സാധ്യത അധ്യാപകർക്കാണ്. അതുകൊണ്ടാണ് അവരെ ഈ ദൌത്യത്തിന് തിരഞ്ഞെടുത്തത്. ഈ പരിശീലനം 3 തലങ്ങളിലായാണ് നടക്കുന്നത്. സംസ്ഥാനതലം ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 200 പേർക്കാണ് പരിശീലനം നൽകുന്നത്. വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിലെ സ്കൂൾ കൌൺസിലർമാർ, സൌഹൃദ കോർഡിനേറ്റർമാർ, കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർമാർ, ഹൈസ്കൂൾ അധ്യാപകർ, ഡയറ്റ് കൌൺസിലർമാർ എന്നിവർ ഈ സംഘത്തിലുണ്ട്. ഇതിൽ ആദ്യ ബാച്ചിലെ 100 പേരുടെ പരിശീലനം തിരുവനന്തപുരത്ത് പൂർത്തിയായി. ജില്ലാതല സംസ്ഥാനതല പരിശീലനം ലഭിച്ച മാസ്റ്റർ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ 3 ദിവസത്തെ പരിശീലനം നടക്കും. ഈ ഘട്ടത്തിൽ ഏകദേശം 4200
39 അധ്യാപകർക്ക് പരിശീലനം ലഭിക്കും. 91 ബാച്ചുകളിലായിട്ടാണ് പരിശീലനം നടത്തുന്നത്. സ്കൂൾ തലം, ജില്ലാതല പരിശീലനം ലഭിച്ച മാസ്റ്റർ ട്രെയിനർമാർ തുടർന്ന് സ്കൂൾ തലത്തിൽ പരിശീലനം നൽകും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ എല്ലാ അധ്യാപകർക്കും 3 ശനിയാഴ്ചകളിലായി ഈ പരിശീലനം നൽകും. ഏകദേശം 8000 അധ്യാപകർക്ക് ഈ ഘട്ടത്തിൽ പരിശീലനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിശീലനം ലഭിച്ച കൌൺസിലർമാർ തന്നെയാണ് ഈ സെഷനുകൾ കൈകാര്യം ചെയ്യുന്നത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ പുതിയ ശില്പശാല വിദ്യാർത്ഥികളിലും അധ്യാപകരിലുമുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനും ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ശില്പശാലകളും സംഘടിപ്പിക്കുന്നുണ്ട്. അധ്യാപകർക്ക് പ്രാഥമിക കൌൺസിലിംഗ് പരിശീലനം നൽകുന്നതിലൂടെ അവർക്ക് കുട്ടികളുടെ മാനസിക ആവശ്യങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കും. 2 ഘട്ടങ്ങളായിട്ടാണ് ഈ ശില്പശാല നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ കൌൺസിലിംഗിന്റെ സൈദ്ധാന്തിക വശങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചും, 2ാം ഘട്ടത്തിൽ അധ്യാപകർക്കായി മാനസിക സമ്മർദ്ദം എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ചുള്ള പ്രായോഗിക ശില്പശാലയുമാണ് നടന്നത്. സ്വന്തം മനസ്സിൽ സമ്മർദ്ദവും അശാന്തിയും നിറഞ്ഞ ഒരാൾക്ക് വിദ്യാർത്ഥികളോട് ശരിയായ സഹാനുഭൂതിയും ക്ഷമയും കാണിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. അതിനാൽ അധ്യാപകരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നത് അവരുടെ തൊഴിൽപരമായ കാര്യക്ഷമതയും ഒപ്പം നമ്മുടെ കുട്ടികളുടെ ക്ഷേമത്തിനും നിർണായകമാണ്. ഈ പദ്ധതികളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ ഭാവി ഒരുക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 5 ദിവസം നീണ്ടുവന്നു. ഇത് 200 പേരുണ്ടായിരുന്ന ക്ലാസ്സിൽ ഡോക്ടർ ബാസി 5 ദിവസം മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ബാസിയായിരുന്നു പ്രധാനപ്പെട്ട ക്ലാസ് കൈകാര്യം ചെയ്തത്. ഡോക്ടർ ബാസിയായിരുന്നു. സംശയങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് ശേഷം ചോദിക്കാം. മാനസിക സംഘർഷം എങ്ങനെ കുറയ്ക്കും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത്, അധ്യാപകരാകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ, ക്ലാസ് എടുക്കുകയാണല്ലോ. ഇത് ഒരു ദിവസം മറ്റും അവർ മൗനമായിരുന്നു. ഒരു ദിവസമല്ലേ, 2 ദിവസം 2 ദിവസം മൗനമായിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി 2 ദിവസം മൗനമായിരുന്നു. അത് നമ്മൾ കേരളത്തിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം മൗനമായിട്ടിരിക്കുന്നത് റെക്കോർഡാണ്. അല്ല, എല്ലാവരും പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2024-25 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട മാർഗരേഖ നിർദ്ദേശങ്ങൾ തൊഴിൽ വകുപ്പ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ വർഷം നൽകിയ ബോണസിന് കുറവ് വരാത്ത വിധം ഇത്തവണയും ബോണസ് അനുവദിക്കും. ബോണസ് വിതരണവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളിൽ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടിയന്തര പ്രാധാന്യം നൽകി ഇടപെട്ട് ബോണസ് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെർമനന്റ് ഓഫ് ബോണസ് ആക്ട് 1965 ബാധകമാക്കുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് അർഹമായ ബോണസ് ലഭിച്ചിട്ടുണ്ടെന്ന് തൊഴിൽ ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണം. സംസ്ഥാനത്ത് നിലവിൽ 286 ബോണസ് തർക്കങ്ങളാണ് ഇതുവരെ തൊഴിൽ വകുപ്പിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ 110 ബോണസ് തർക്കങ്ങൾ പരിഹരിച്ചു. ശേഷിക്കുന്ന തർക്കങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത് ഓണത്തിന് മുമ്പ് തൊഴിലാളികൾക്കുള്ള ബോണസ് ലഭിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ലേബർ കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ LPG സിലിണ്ടർ ട്രാക്ക് ജീവനക്കാരുടെ ബോണസ്, കയർ ഫാക്ടറി തൊഴിലാളികളുടെ ബോണസ്, ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങളുടെ തൊഴിലാളികളുടെ ബോണസ്, ഏഷ്യാനെറ്റ് സാറ്റ്കോം ജീവനക്കാരുടെ ബോണസ് ഇതിനോടകം തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കശുവണ്ടി ഫാക്ടറി തൊഴിലാളികളുടെ ബോണസും അതുപോലെ തന്നെ. ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികളുടെ ബോണസും തീരുമാനിക്കുന്നതിന് വേണ്ടി ഞാൻ പങ്കെടുത്തുകൊണ്ട് വ്യവസായ ബന്ധ സമിതി യോഗം ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തൊഴിലാളികൾക്ക് നൽകിവരുന്ന എക്സ്ഗ്രേഷ്യ ധനസഹായം ഇത്തവണയും വിതരണം ചെയ്യുന്നതാണ്. പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളുടെ 4561 തൊഴിലാളികൾക്ക് 2000 രൂപ വെച്ച് 91,22,000 രൂപയും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ 2569 തൊഴിലാളികൾക്ക് 2000 രൂപ നൽകി 51,31,000 രൂപയും പൂട്ടിക്കിടക്കുന്ന കയർ സ്ഥാപനങ്ങളിലെ 3310 തൊഴിലാളികൾക്ക് 2000 രൂപ നിരക്കിൽ 66,20,000 രൂപയും ചേർത്ത് ആകെ 2,08,80,000 രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നോ അതിലധികമോ വർഷമായി പൂട്ടിക്കിടക്കുന്ന 425 കശുവണ്ടി ഫാക്ടറികളിലെ 13,835 തൊഴിലാളികൾക്ക് എക്സ്ഗ്രേഷ്യ ധനസഹായവും 10 കിലോ അരിയും വിതരണം ചെയ്യുന്നതിനുമായി 3,11,28,750 രൂപ അനുവദിച്ചു.
പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ റേഷൻ കാർഡ് ഉടമകളായ 2,249 ഗുണഭോക്താക്കൾക്ക് 1,000 രൂപ വീതം വിലമതിക്കുന്ന ഓണം ഗിഫ്റ്റ് കാർഡ് വിതരണം ചെയ്യുന്നതിനായി 27,56,307 രൂപ അനുവദിച്ചു കഴിഞ്ഞു. പരമ്പരാഗത തൊഴിൽ മേഖലകളായ കയർ, മത്സ്യം, ഖാദി, കൈത്തറി, ഈറ്റ, പനമ്പ്, ബീഡി ആൻഡ് സിഗാർ, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ തുടങ്ങിയ മേഖലയിലെ 3,79,284 തൊഴിലാളികൾക്കായി ഇൻകം സപ്പോർട്ട് സ്കീം പ്രകാരം തുക വിതരണം ചെയ്യുന്നതിനായി 50 കോടി രൂപ അനുവദിക്കും. തൊഴിലാളികൾക്ക് ഓണവുമായി ബന്ധപ്പെട്ട് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ ഓണത്തിന് മുമ്പ് തന്നെ അവരുടെ കൈകളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ഇതാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേറെ ഒന്നുണ്ട് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇവരെ അങ്ങ് മാറുമില്ല. ഡോക്ടർ വാസവിയുടെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? വാസവി പറ, ഒന്ന് ഷോർട്ടായിട്ട് ഒരു മിനിറ്റ് ഉണ്ട്. ബേസിക്കലി ഒരു സ്ട്രെസ് മാനേജ്മെന്റ് വർക്ക്ഷോപ്പാണ്. ബേസിക്കലി ഒരു സ്ട്രെസ് മാനേജ്മെന്റ് വർക്ക്ഷോപ്പാണ്. ഒരു വളരെ ഒരു സയന്റിഫിക് ആയിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഇപ്പൊ കുട്ടികൾ കൌൺസിലേഴ്സ് ആയിട്ട് ടീച്ചേഴ്സ് അധ്യാപകർ കൌൺസിലേഴ്സ് ആയിട്ട് പോകണമെങ്കിൽ കൌൺസിലേഴ്സിന്റെ ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് എംപത്തിയാണ്. പക്ഷേ ഇപ്പോ നമുക്കറിയാം പലരും ഇപ്പോ ഒരു സ്ട്രെസ്സിലുണ്ട്. സയന്റിഫിക്കലി സ്ട്രെസ് ഉള്ളവർക്ക് എംപത്തി കുറവാണ്. ശരിക്കും ഇപ്പൊ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു എംപത്തറ്റിക് കാഴ്ചപ്പാട് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അധ്യാപകർക്കും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ശരിക്കും ഒരു ബേസിക്കലി ഒരു മൈൻഡ്ഫുൾനെസ് സെഷനാണ് ഉണ്ടായത്. അപ്പൊ അതിലെ അവർക്ക് ബേസിക്കലി മൈൻഡ്ഫുൾനെസ് എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു മെന്റൽ ഹെൽത്ത് വേണ്ടി ഉള്ള ഒരു ഇതായിരുന്നു, ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ആ മൈൻഡ്ഫുൾനെസ് ചെയ്യാൻ വേണ്ടിയാണ് സർ പറഞ്ഞതുപോലെ ആ ഒരു മൈൻഡ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മൗനം പാലിച്ചത്. അത് എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആവട്ടെ അല്ലത് ഒരു സിറ്റുവേഷനും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പ്രായോഗികമായിട്ടുള്ള ടിപ്സും കൂടി എല്ലാവർക്കും ക്ലാസ്സസ് ഒക്കെ എടുത്തിരുന്നു. സോ എല്ലാം തന്നെ എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അവർക്ക് ഇതൊരു പുതിയ അനുഭവമായി തോന്നിയിട്ടുണ്ടായിരുന്നു. പലരും അവരുടെ പല സംശയങ്ങളും ചോദിച്ചിരുന്നു. ശരിക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ആൻഡ് അത്തരം കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളായാലും ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളായാലും അപ്പൊ അതിന്റെ ഒരു ന്യൂട്രീഷൻ എങ്ങനെയായിരിക്കണം എന്ന് പല രീതിയിലും ഉള്ള ഒരു പെർസ്പെക്റ്റീവ് അവർക്ക് ക്ലാസ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു വർക്ക്ഷോപ്പായിരുന്നു. സോ ഇറ്റ് വാസ് എ ഗുഡ് ഫീഡ്ബാക്ക്. എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടു ആൻഡ് ദേ ആർ ഓൾ റെഡി ടു ടേക്ക് ദിസ് ഫോർവേഡ് ഇൻ ദ ഫീൽഡ് ലെവൽ ഓൾസോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഏതാണ്? സോറി, അങ്ങനെയല്ല. ജനറലി ഇപ്പൊ നമ്മളെല്ലാവരും ഓൺ എൻ എവറിഡേ ബേസിസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ജനറലി പേഴ്സണൽ, പ്രൊഫഷണൽ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, വീട്ടിലുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾ, ഭാര്യ, ഭർത്ത, എല്ലാം ഓൺ ആൻ ആവറേജ് എവറിഡേ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോ അതിന്റെ കാര്യങ്ങൾ ബേസിക്കലി ഐ എം ഓൾസോ സൈക്കോളജി ഗ്രാജുവേറ്റ്. സോ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതും കൂടി ക്ലാസ് എടുത്തിട്ടു. സംഘടിപ്പിക്കുന്ന കുഴപ്പമില്ല, കിലയോട് പറയാം. പക്ഷെ 5 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് 2 ദിവസം മതിയാ.
സ്ട്രെസ് മാനേജ്മെന്റ് വർക്ക്ഷോപ്പ് 2 ദിവസം. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ആളാകെ മാറിയിരിക്കും കംപ്ലീറ്റ്. ഇത് അധ്യാപകർക്ക് വളരെ പ്രയോജനം ചെയ്തു. ഇത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ മുഴുവൻ ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഞാൻ ഇടപെട്ടു. അത് 2 ദിവസത്തിനും അതിന്റെ റിപ്പോർട്ട് തരുന്നതാണ്. അതിന്റെ പ്രശ്നം പരിഹരിച്ചു. ഞാൻ ഇന്നലെ റിപ്പോർട്ട് അവരിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പം നടപടിയിലത്തേക്കും പോകുന്നില്ല. അവർ താക്കീത് കൊടുത്ത് അങ്ങ് അവസാനിപ്പിക്കാന്നാണ് ആലോചിക്കുന്നത്. ഒരു കണക്ക് നമ്മളെ കിട്ടിയിട്ടുണ്ട്. എന്റെ ഇപ്പം കണക്കില്ല, തരാം. അങ്ങനെയുണ്ടോ? കൊണ്ടുവന്നില്ല. പക്ഷേ LSGDയോട് ഒന്ന് റീകോൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് നമ്മൾ DDs മുഖാന്തരം ഓരോ ജില്ലയിലും ഏത് ബിൽഡിംഗ്സ് എല്ലാം ഡേഞ്ചറസ് ആയിട്ടുണ്ട്, ഫിറ്റ്നസ്, അതൊരു ലിസ്റ്റ് എടുത്തു. LSGD അവരുടെ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് വഴി ഒരു ലിസ്റ്റ് എടുത്തു. 2 റീകോൺസിൽ ചെയ്തിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഡേറ്റ ഇപ്പോൾ കൊണ്ടുവന്നില്ല എന്നേ ഉള്ളൂ. 900 ലെസ് ദൻ 1000 ആണ്. കറക്റ്റ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇത്രയാണ്. 14,000 സ്കൂളുണ്ട്, കുറച്ച് ഉണ്ട്. ഇപ്പം ഞങ്ങളെ ഇന്നിപ്പം ക്യാബിനറ്റിൽ ചർച്ച ചെയ്തിരുന്നു. 5 ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും മുന്നിലാണ്. 60% എത്തിയിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസ വകുപ്പും പെടും. ഏറ്റവും കൂടുതൽ ഫയലുള്ള വകുപ്പെന്ന് പറയുന്നത് ഒന്ന് LSGD വരും, ആരോഗ്യം വരും, ഞങ്ങളുടെ വരും. കുറച്ചുകൂടെ വ്യത്യാസം വരും. എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ മറ്റു ജില്ലകളിലായിരുന്നു. അപ്പോൾ ഈ 8 വർഷം 9 വർഷം 10 വർഷമായി ജോലി കിട്ടാത്ത ജോലിയുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പൈസയില്ല. അത് DOമാരും AEOമാരുടെയും ഉദാസീനത ഉണ്ട്, മാനേജ്മെന്റ് ഉദാസീനത ഉണ്ട്. ഈ പഠിപ്പിക്കുന്ന ടീച്ചർ പാവം കരയാണ് വന്ന്, ഓണത്തിന് ഞങ്ങൾക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോലും പൈസയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ട് കേരളത്തിലാകെ. അപ്പോൾ ഓണം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെയുള്ള 1 വർഷം മുതൽ 10 വർഷം വരെ ജോലി ചെയ്തിട്ട് സ്ഥിരപ്പെടാതെ ശമ്പളം വാങ്ങാതെ നിൽക്കുന്നവരുടെ ഒരു അദാലത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ. ഒന്നുകിൽ അവർക്ക് എന്തുകൊണ്ടാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കാത്തതെന്ന് പറഞ്ഞ് അത് ഡിസ്പോസ് ചെയ്യും. അതല്ലെങ്കിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ ഏതെങ്കിലും ഇപ്പൊ DOമാരും AEമാരും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, പ്രിൻസിപ്പൽമാരായി പെൻഷൻ പറ്റാൻ വേണ്ടി 1 വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം ഉള്ളപ്പോൾ അവര് ഈ സ്ഥാനത്തേക്ക് വരും. ഈ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ ഭരണം നടത്തുന്നത് ഒരു ക്ലർക്ക്, ഒരു പിയൂണോ ഉണ്ടാവും. അയാളായിരിക്കും ഇവരെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അവരെ ഏത് ഫയൽ എടുത്തു കഴിഞ്ഞാലും ഇവർ ഉപദേശിച്ചു കൊടുക്കും, സാറേ അത് വലിയ കുഴപ്പം പിടിച്ച ഫയലാണ്, തൊടാൻ വേണ്ടി പാടില്ല എന്ന് പറയും. ഇത് മാറ്റിവെച്ചും മാറ്റിവെക്കുന്നത് മാത്രമല്ല, പിന്നെ അവർ പെൻഷൻ പറ്റി പോവുകയും ചെയ്ത് അടുത്ത ആൾ വരുമ്പോൾ അവർക്ക് 2 മാസമേ ഉണ്ടാവുള്ളൂ, അവരും പെൻഷൻ പറ്റിപ്പോകും. അപ്പോൾ ഒന്നേ ഇത് ഒരു DO AEOമാരുടെ പോസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആവണം, അല്ലെങ്കിൽ DO AEOമാരായി വരുന്നവർക്ക് 1 വർഷത്തെ 6 മാസത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് കൊടുത്തിട്ട് കൊണ്ടുവരുന്നത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നുണ്ട്. അതിന് കാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമുക്ക് സമസ്തയിൽ ചർച്ച ചെയ്തിട്ട് അത് വേനലവധിയല്ല. അല്ല, വേനലവധിയെ പറ്റി സമസ്തയിൽ ചർച്ച ചെയ്തില്ലല്ലോ. ചർച്ച ചെയ്തിട്ടില്ല. അല്ല സഹോദരി, നമ്മളെ ചർച്ച ചെയ്തിട്ടില്ല സഹോദരി.
അല്ല, ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഓണാവധി കഴിഞ്ഞ ശേഷം ഇതെല്ലാം ഈ 2-3 വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ ചുമതലപ്പെടുത്താൻ വേണ്ടി പോവുക. ആ സമിതി പഠിച്ചതിന് ശേഷം ഒരു പബ്ലിക് ഒപ്പീനിയനും കൂടി ഇട്ട ശേഷം തീരുമാനമെടുക്കും. അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. DGക്ക് ഡാറ്റ സെക്രട്ടറിയും കാര്യം വെച്ചൊരു ഡേറ്റ് അത് ഞങ്ങളൊരു തീരുമാനത്തിലെത്തും. കാരണം അത്ര ദയനീയമാണ് അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. അല്ലെ, നമ്മുടെ ഈ ഐക്യകേരള രൂപീകരണ നാൾ മുതൽ ഉണ്ടായിട്ടുള്ളതാ. കേരളത്തിൽ ഐതിഹാസികമായിട്ടുണ്ടായിട്ടുള്ള ചില സമരങ്ങൾ തന്നെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ വിദ്യാഭ്യാസം ക്ലോസ് ചെയ്യാം. പോണ്ട, അവിടെ ഇരുന്നാൽ ഇത് ഇരുന്നല്ലേ. അതെ, ഇന്നിപ്പോ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് സസ്പെൻഷൻ ഒരു നടപടിയൊന്നുമല്ല. ഒരു അത് പാർട്ടിയുടെ കാര്യമാണ്, അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നാലും ഒരു നടപടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നടപടി എന്ന് സംബന്ധിച്ചിടത്തോളം. സസ്പെൻഷൻ താൽക്കാലികമായി അവർ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെന്റാണ്. പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന് കൂടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് മാത്രമാണ്. ഇത് സമൂഹത്തിൽ വലിയ അഭിപ്രായം ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയെങ്കിലും നടപടിയെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനോ MLA സ്ഥാനം രാജിവെപ്പിക്കാനോ ഉള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസാണ്. ആ സഹോദരിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ നിന്നെ കൊല്ലാൻ വലിയ പാടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൊലക്കുറ്റം ആരോപണ കേസ് പ്രശ്നമാണ് ഇതിൽ. മറ്റൊന്ന് നിയമവിരുദ്ധമായി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപൂർവങ്ങളായിട്ടുള്ള കേസ്. ചില കേസുകൾ പിന്നെ കോടതി പറയുമല്ലോ ഇത് അപൂർവങ്ങളായിട്ടുള്ള കേസാണെന്ന്. അതേപോലത്തെ ഒരു കേസാണിത്. എനിക്കത്ര ക്ലിയർ അല്ല അത്. ഞാൻ അങ്ങേ കൊല്ലാൻ വലിയ പാടാണെന്ന് ചോദിച്ചാൽ അതൊരു കൊലക്കുറ്റത്തിന്റെ ഒരു ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ സ്ത്രീകളോടുള്ള സമീപനത്തിന് ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ ആകെ മാറിയിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയായിരുന്നു BJP പാർട്ടിയെയും CPIM-നെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. BJPയെ ഭീഷണിപ്പെടുത്തിയെ സംബന്ധിച്ചിടത്തോളം കാര്യം BJP മറുപടി പറയും. പക്ഷെ CPM-നെ ഭീഷണിപ്പെടുത്താനൊന്നും ശ്രീ VD സതീശൻ വരേണ്ട കാര്യമില്ല. ഞാൻ അത്രയും എടുത്തു പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബോംബ് അതേ ഇടുന്നല്ല പറഞ്ഞത്, 2 ബോംബ് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്.
യഥാർത്ഥത്തിൽ ഇന്ദിരാഭവനും കൺട്രോൾമെന്റ് ഹൌസും കേന്ദ്രീകരിച്ച് ചില വ്യാജ കേസുകൾ കെട്ടിച്ചമയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾക്കും അതിന്റെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഓരോ നിമിഷവും വി.ഡി. സതീശനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ വിവരവും ഞങ്ങളിൽ ഉണ്ടെന്നുള്ള വിവരം നല്ല ഓർമ്മ വേണം വി.ഡി. സതീശന്. എന്ന് മാത്രമല്ല, ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് കഴിഞ്ഞ 40-40 വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. എല്ലാം ഞങ്ങൾക്കറിയാം. അദ്ദേഹം CPM-നെതിരായി ബോംബിടുന്നില്ല പറഞ്ഞത്. ബോംബിടട്ടെ. ബോംബിടുമ്പോൾ അതിനെ ചെറുക്കാൻ പറ്റുമെന്നുള്ളവരെ ഞങ്ങൾ നോക്കട്ടെ. ഇന്ന് പക്ഷേ കുറച്ച് മയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ബോംബിടുന്നവർ ഇടുമെന്നൊക്കെ തന്നെ പറയുന്നവർ അത് താങ്ങൂല, ഉറപ്പാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായിരിക്കും നല്ലത്. വന്ന് നമ്മുടെ സഹോദരിമാർക്ക് പോലും പത്രസമ്മേളനത്തിൽ വന്നിരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കെതിരെ ഒട്ടും പേടിയില്ല. ഇപ്പൊ ലാവ്ലിൻ കേസ് വന്ന് എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ ശ്രീ എ കെ ആന്റണി പറഞ്ഞു 100 വർഷത്തേക്ക് CPI അധികാരത്തിൽ വരില്ലെന്ന്. ഇന്നും എ കെ ആന്റണി ജീവിച്ചിരിക്കുകയാണ്, തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് വന്നു. എന്തൊക്കെ പ്രശ്നമുണ്ടായി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ബിരിയാണി ചെമ്പ് വന്ന് നുണ പറഞ്ഞെങ്കിലും ഈ ഒരു തീരെ അബദ്ധം പറഞ്ഞ് ശരിയാണ്. ബിരിയാണി ചെമ്പിനകത്ത് വെച്ച് സ്വർണം കൊണ്ടുവന്നു. മട്ടനാണോ ചിക്കനാണോ എന്ന് പറഞ്ഞിട്ടില്ല. ബിരിയാണി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബെബ്കോ അഴിമതി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കോവിഡ് രോഗികളുടെ ഡാറ്റ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുന്നു. ഒരു നടപടി ഉണ്ടായില്ല. കഞ്ചിക്കോട് ബ്രൂവറി ആക്ഷേപം എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ആഴക്കടൽ മത്സ്യബന്ധനം യാനങ്ങൾ വാങ്ങിയത് സംബന്ധിച്ച ആരോപണം എന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ലൈവ് മിഷന്റെ അഴിമതി. ആ ലൈവ് മിഷനെ കുറച്ച് ദിവസം വർക്ക് രംഗത്തുനിന്ന് നിർത്തിവയ്പ്പിച്ചു. വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ അനുവദിച്ചതിൽ അഴിമതി, സ്പ്രിംഗ്ലർ അഴിമതി, കിഫിയിൽ അഴിമതി എന്ന് മസാല ബോണ്ട്, AI ക്യാമറയുടെ കാര്യം ഇന്നിപ്പോ കോടതി തള്ളി. എല്ലാം ചീറ്റിപ്പോയ ആരോപണങ്ങളാണ്. UDF-ഉം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ചീറ്റിപ്പോയ ആരോപണങ്ങളാണ്. ആ ചീറ്റിപ്പോയ ആരോപണങ്ങളാൽ അങ്ങനെ ഒരു സമതല തെറ്റ് നിലയിലാണ് UDF-ന്റെ നേതാവെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് BJP-യുടെ വെല്ലുവിളിയും ഇങ്ങോട്ട് വേണ്ട. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം അറിയില്ലല്ലോ. ഗ്രാസ് റൂട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുമില്ല. അദ്ദേഹം ഇന്ത്യയിലെ വലിയൊരു ബിസിനസ്സുകാരൻ. അദ്ദേഹം ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇപ്പോ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി. കാര്യങ്ങൾ മനസ്സിലാക്കാതെ അദ്ദേഹം എല്ലാം കയറി CPM-നെയൊക്കെ വെല്ലുവിളിക്കാൻ പോയാൽ അദ്ദേഹത്തിന്റെ പഴയകാല ആൾക്കാരുടെ ചോദിക്കണ്ടേ ആരെയൊക്കെ വെല്ലുവിളിക്കാം, ആരെയൊക്കെ വെല്ലുവിളിക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പൊ വിരട്ടൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബലത്തിലൊന്നും വിരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട, CPM-നോട് വേണ്ട.
പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നതിന് അങ്ങാടി തോറ്റേന് അമ്മയുടെ നേർക്കും തുറഞ്ഞ ഞങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്താ? ഞങ്ങൾ ആരുടെയെങ്കിലും കലക്കാൻ വേണ്ടി പറഞ്ഞോ? ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു. ആ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ എല്ലാത്തിനും ശരിയാക്കി കളയും എന്നെല്ലാം പറഞ്ഞാൽ എന്ത് വെള്ളരിക്കപ്പെടണമാണോ? അപ്പൊ അതുകൊണ്ട് ശാന്തമായ കാര്യങ്ങൾ ആലോചിക്കുക. അങ്ങനെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഭീഷണിപ്പെടുത്തിയാൽ കാര്യങ്ങൾ അവസാനിക്കാൻ സ്ഥിതിവിശേഷമില്ല. ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ ഇന്നലത്തെ അയാളുടെ. അവസാനിപ്പിക്കാല്ലേ വേറൊന്ന് ചോദിക്കാനോ ചോദിക്കാം. കൺട്രോൾമെന്റ് ഹൌസ് കേന്ദ്രീകരിച്ചും KPCC ആഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പിന്നെ കാര്യങ്ങൾ ട്രെയിനിങ് നടക്കുകയാണ്, ഡ്രസ് റിഹേഴ്സൽ നടക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ. അതിപ്പോ അങ്ങനെ പറഞ്ഞ അതിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം പോവില്ലേ. അദ്ദേഹം മെനഞ്ഞാന്നേ പറഞ്ഞല്ലോ, രണ്ടുപേർക്ക് രണ്ട് പാർട്ടിക്കും എതിരായിട്ട് ഞാൻ ബോംബിടും എന്ന് നേരത്തെ പറഞ്ഞ അവിടെ പറഞ്ഞല്ലോ, ബോംബിടും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിന്ന് ഒന്ന് വന്നു. അതിന് ബോംബാണോ പിന്നെ ചെറിയ പടക്കമാണോ എന്നുള്ളവരും നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റില്ല. അത് അവരാണ് BJP ആണ് പറയേണ്ടത്. അപ്പൊ ഞാൻ ഇത് ഇന്നലെ വൈകുന്നേരം ഈ കഴിഞ്ഞ ആഴ്ചയെല്ലാം ഇതിന്റെ കാര്യങ്ങളായിരുന്നു. ഇനിയിപ്പോ നാളെ എന്തെങ്കിലും കൊണ്ടുവന്നുകൂടാന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ അവസരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഉള്ള ബോധപൂർവമായ പരിശ്രമമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല സ്ഥലത്തില്ലല്ലോ, മുൻ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഇന്ത്യ വിട്ട് തന്നെ പിന്നെ പോവുകയാണ്. അദ്ദേഹത്തിന് ഇത് ഒട്ടും താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും അല്ലാതെ വേറെ ആരെങ്കിലും ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു പാർട്ടി ദയവ് ചെയ്ത് ഞങ്ങളെ പോലുള്ള ഒരു പാർട്ടിക്കെതിരായിട്ട് ഇങ്ങനെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വെല്ലുവിളികളും നടത്തുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഒട്ടും യോജിച്ചതല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ? രാജീവൻ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? നമ്മൾ രാജീവനെ പിന്നെ AI അതിന്റെ കാര്യമാണ് പറഞ്ഞു മുഖ്യമായിട്ട്. ഇതിലത്തേക്ക് വന്നില്ല. കുറച്ച് നിലവാരത്തിൽ പറഞ്ഞു. ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ ഒന്നുമില്ല. ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ ഒരു കാര്യവുമില്ല. ഈ സൂക്ഷിക്കാൻ പറയാൻ എന്തെന്നുള്ള ജ്യോത്സ്യം വല്ലതും അറിയാമോ? ഇന്നാ ചിരിച്ചോ? അല്ല, അയാൾക്ക് ചിരിച്ചൂടെ? ചിലപ്പോ ആബ്സെന്റ് മൈൻഡിൽ പറഞ്ഞതായിരിക്കും. CM അല്ല, കേരളത്തിൽ ആരും അത് ചിരിക്കുകയുള്ളൂ കേട്ടാൽ. മുഖ്യമന്ത്രി ചിരിച്ചു. CPM-ന്റെ നേരെ ബോംബിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ആപാലവർത്ത ജനങ്ങളും ചിരിക്കുകയുള്ളൂ. ഒരാൾ പോലും കരയില്ല, ചിരിക്കുകയുള്ളൂ. അപ്പൊ എന്നാ അവസാനിപ്പിക്കാം നമുക്ക്.